ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് എന്തൊക്കെയാണ് അറിയേണ്ടത്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെല്ലാമാണ് അറിയേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ടൈമിൽ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇത് പ്രകാരം നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ വളരെയധികം പബ്ലിസിറ്റി അല്ലെന്നെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശസ്തരാവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ജീവിതത്തിൽ നേടണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ അതിന് തക്ക ഒരു പ്രയത്നം ഇവർ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രത്തോളം സഫർ ചെയ്ത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ വളരെയധികം അടുത്തറിയുന്നതിന് മുൻപായിട്ട്, ചിലപ്പോൾ അത്രയും ഡീപ്പായിട്ട് പരിചയപ്പെടുന്നതിന് മുൻപ് നമുക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാളെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന, വളരെയധികം പ്ലസൻറ്റ് മോട്ടിവേറ്റ് ആയിട്ടൊക്കെ സംസാരിക്കുന്ന ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള എനർജിയുള്ളൊരു പേഴ്സണാണ്. ഇവരെ വിശ്വസിച്ച് നമുക്ക് എന്തും പറയാം. വളരെ ലാഘവത്തോടു കൂടി ഏത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളൊന്ന് ആശ്വസിപ്പിക്കുന്ന, നമുക്ക് വളരെയധികം ജീവിക്കാൻ പ്രചോദനം തരുന്ന തരത്തിലുള്ള ഇങ്ങനൊരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു പ്രകൃതമായിട്ടാണ് നമുക്കിവരെ ആ ഒരു എന്താ പറയുക, നിങ്ങൾ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ആവുന്നത് വരെ ഇവരെക്കുറിച്ച് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാടധികം പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് വളരെ കാര്യമായിട്ട് പുകഴ്ത്തി പറഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ പുകഴ്ത്തിയ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഇവരെ കുറിച്ച് ഫെയറായി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിയായിരിക്കാം. അതായത് കൂടുതൽ ഡീപ്പായിട്ട് ആൾക്കാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ ഒപ്പമുള്ള ആ ഒരു സമയം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നല്ല മെമ്മറീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക, ചിലപ്പോൾ സർപ്രൈസൊക്കെ തന്നിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന വ്യക്തി തന്നെയാണ്. ചിലപ്പോൾ കുറച്ച് ഫ്ലേർട്ടിങ് നേച്ചറുള്ളൊരു വ്യക്തിയായിരിക്കാം, കുറച്ചധികം ആൾക്കാരോട് ഒരു ഫ്ലേർട്ടിങ് നേച്ചറിൽ സംസാരിക്കുന്ന ഒരാളുമായിരിക്കാം. എങ്കിലും ഇവർ വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുമായിട്ട് സഹകരിച്ച് പോകാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അതായത് എത്ര ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലെടുത്ത് സംസാരിക്കാനും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് ഈ ഒരു പേഴ്സൻ്റെ ജോബെങ്കിൽ പോലും നല്ല രീതിയിൽ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാഹചര്യവശാൽ ചിലപ്പോൾ നമുക്ക് പലർക്കും എന്തെങ്കിലും തരത്തിൽ കള്ളത്തരങ്ങൾ പറയേണ്ടി വന്നിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിലനിൽപ്പിന് വേണ്ടി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു ആവശ്യവുമില്ലാതെ ചിലപ്പോൾ അനാവശ്യമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ ചിലപ്പോൾ ഒരാളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു തമാശക്കാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് കള്ളത്തരങ്ങൾ പറയുന്ന, ഒരാവശ്യമില്ലെങ്കിലും അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴാണ് നിങ്ങൾ ഇവരുടെ ആ ഒരു ക്യാരക്ടറെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അതുവരെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലെല്ലാം നിങ്ങൾ ഈ ഒരു പേഴ്സണെ കാണുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നൊരു സ്ഥാനം മറ്റൊരു തരത്തിൽ തന്നെയാണ്. പിന്നീട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ ഒരു ഡെപ്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു പേഴ്സൺ എന്താണ്, ഇവർക്ക് ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടല്ലോ, അപ്പോൾ അത്രത്തോളം ഒരു ട്രസ്റ്റ് വർത്തി എന്ന് പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിലെ ആദ്യത്തെ ഒരു പ്രണയമല്ലാന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല ഒരിക്കലും നിങ്ങളുമായിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രേമിക്കുന്ന വ്യക്തിയോ
ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഇവരുടെ ഒരു ഫസ്റ്റ് റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ കാര്യങ്ങളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ചിലപ്പോൾ ആൽക്കഹോളിക് അഡിക്ഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ ആ ഒരു തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ വർക്ക്ഹോളിക് ആയിരിക്കാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഏതൊക്കെയോ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാണോ നിങ്ങളെ പ്ലീസ് ചെയ്യിപ്പിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് ഈ ഒരു പേഴ്സൺ ആവാം. ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സഫർ ചെയ്തത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ അത്രത്തോളം കൺവിൻസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നതും ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ പോലും തീർച്ചയായിട്ടും പോകെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഭാരമായിട്ട് അനുഭവപ്പെട്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനോട് ഉണ്ടായിരുന്ന ആ ഒരു പാഷൻ, അല്ലാന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും വളരെ കാര്യമായിട്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. അവർക്ക് വളരെ സന്തോഷവുമായിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. എങ്കിൽ പോലും പിന്നീട് അവർക്ക് ഇതൊരു ബോർഡം, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത്ര താല്പര്യമില്ലാത്തൊരു സംഗതിയായിട്ട് മാറി. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻസിഡൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു ഗ്രോത്ത് പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയം ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയായിരുന്നിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെയാവാം, അല്ലാന്നുണ്ടെങ്കിൽ സാഹചര്യമാവാം, ജോബാവാം, അപ്പോൾ എന്തുമാവാം. അങ്ങനെ ഏതൊക്കെയോ ഒരു കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തുടരണോ വേണ്ടയോ എന്നവർ ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു പേഴ്സൺ വരുന്നത്. അതായത് ഇവർ ഇനിയിപ്പോൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകണോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കുടുംബാന്തരീക്ഷം ചിലപ്പോൾ അത്ര നല്ല രീതിയിലായിരിക്കില്ല പോയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതിൽ അത്ര സാറ്റിസ്ഫൈ ആവാതിരിക്കുന്ന ഒരു അവസരത്തിലായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്ന് ചേർന്നിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അതങ്ങനെയല്ല, മാരീഡ് ആയിട്ടുള്ള വ്യക്തികളല്ല, സിംഗിളായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വേറെ എക്സ്ട്രാ ഒരു റിലേഷൻഷിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ അവരുടെ ജോബ് വൈസോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അത്ര രസത്തിലല്ലാതിരിക്കുന്നൊരു സമയത്തോ അങ്ങനെ മറ്റേതൊരു കാര്യത്തിൽ അവർ ഇൻവോൾവ് ആയിട്ട് അതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ഊരിപ്പോരാൻ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടാവുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ തന്നെ ഇങ്ങനെയായിരുന്നിരിക്കും. അതായത് ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും തുടക്കത്തിലുണ്ടാവുന്ന ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന താല്പര്യം, അല്ലാന്നുണ്ടെങ്കിൽ അത് മുൻപോട്ട് കൊണ്ടുപോകാനുണ്ടാവുന്ന വ്യഗ്രതയൊന്നും പിന്നീട് ഇവരുടെ ലൈഫിൽ കാണിക്കണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പോകെ ആ ഇൻട്രസ്റ്റ് കുറഞ്ഞ് വീണ്ടും അടുത്ത കാര്യങ്ങളിലേക്ക് ചാടിപ്പിടിക്കുന്ന ആ ഒരു തരത്തിലുള്ള എനർജിയുള്ള പേഴ്സൺ ആവാനും മതി. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഏകദേശം ഈ ഒരു പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അവർ മറ്റേതൊരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങളാണ് ബെറ്റർ എന്ന് വിചാരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പും മറ്റൊരു സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഡീപ്പായതിനു ശേഷം ഈ ഒരു പേഴ്സൺ ഇതേപോലെ തന്നെ മറ്റൊരു ഓഫർ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഓഫർ ആവണമെന്നില്ല, നേരത്തെ തന്നെ അവരുടെ ലൈഫിലുണ്ടായിരുന്ന കാര്യമായിരിക്കും, അത് വീണ്ടും കയറി വന്നു. അപ്പോൾ ഈ ഒരു പേഴ്സണ് വീണ്ടും ഈ ഒരു ചൂസിങ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഭാരമായിട്ട് ഒന്ന് ഇറക്കി വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇന്ന് ഞാൻ തുടരണോ എന്നുള്ളൊരു മൈൻഡൊക്കെ ഇവർക്ക് വരാനായിട്ട് മേ ബി അവരുടെ മാത്രം ഒരു കുറ്റം കൊണ്ടായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ പെട്ടതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു തേർഡ് പാർട്ടിയുടെ അഡ്വൈസ് ഈ ഒരു പേഴ്സണ് കേൾക്കേണ്ടി വന്നതായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ സെപ്പറേറ്റ് ആയി പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അകൽച്ച ഉണ്ടാവാൻ, ഇവർക്ക് ഇതൊരു ഭാരമായിട്ട് തോന്നാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു അത്രത്തോളം ഇൻവോൾവ് ചെയ്യാതിരിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ രണ്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, ഇവരുടെ ഒരു ബെസ്റ്റ് ചോയ്സ് അല്ല നിങ്ങൾ. ഇവർക്ക് തീർച്ചയായിട്ടും ഒരു തെറ്റുപറ്റി നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം അവർക്ക് തീർച്ചയായിട്ടും കിട്ടുമായിരുന്നല്ലോ എന്നുള്ള അവരുടെ ഫ്രണ്ട്സിൻ്റെയോ ഫാമിലിയുടെയോ ഒക്കെ ഒരു അഡ്വൈസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു തരത്തിൽ ഈ ഒരു പേഴ്സണെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിച്ചിട്ട് അവർക്ക് ഒരു എന്താ പറയുക, ഇതിനേക്കാൾ ബെറ്ററാണ് എനിക്ക്, ഞാൻ ഡിസർവ് ചെയ്തിരുന്നത്, ഇത് ഞാനുമായിട്ട് സെറ്റ് ആവില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നായിരിക്കാം അവർക്ക് നിങ്ങളോടൊരു അകൽച്ച വന്നത്. അത് പതിയെ ആ ഒരു അകൽച്ചയുടെ ഡെപ്ത് കൂടി വന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിലേക്ക് മറ്റൊരു തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പുമായിട്ട് തന്നെ വന്നപ്പോൾ അതാണ് നിങ്ങളെക്കാൾ കൂടുതൽ ബെറ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തോന്നലിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരടുപ്പക്കുറവ് കാണിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണുന്നുണ്ട്.
അപ്പോൾ അത് ഏത് തരത്തിലാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് ഒരു തേർഡ് പാർട്ടി വന്നത്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻസിലൂടെ പറയുക. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മടുപ്പ് അനുഭവപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഭാരമായി, ഇതൊന്ന് ഇറക്കി വെച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയോ, ഇതിനകത്തൊന്നും ഊരിപ്പോരാൻ കഴിയില്ലേ എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തരത്തിൽ നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജിയിൽ അവർക്ക് ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നന്നായിട്ട് ഒരു സഫറിങ് അനുഭവപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഡെക്കിൻ്റെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂൺ പോലെ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെയും അവസ്ഥ. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്, സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഖം തരുന്നില്ല. ഒരു കാലത്ത് നിങ്ങളുടെ എല്ലാമായിരുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം സൂക്ഷിച്ചിരുന്ന എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആരുമല്ലാത്ത രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കടന്നു വരും. ഇപ്പോൾ അവരുടെ ലാസ്റ്റാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളായിട്ട് തന്നെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളുടെ സമയദോഷമായിരിക്കാം, കർമാസായിരിക്കാം, അതിന് നിമിത്തമായിട്ട് ഇങ്ങനെ തേർഡ് പാർട്ടി ഇടയിൽ വന്നതാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു തോന്നൽ വന്നതും അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്നിട്ട് പെട്ടെന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേദനിക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ഈ രീതിയിൽ ഈ ഒരു പേഴ്സൺ ട്രീറ്റ് ചെയ്തു. അപ്പം നാളെ ഇനി ഇവർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണോ വേണ്ടയോ, ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് എത്രത്തോളം വേദനിപ്പിച്ചാലും എനിക്ക് ആ ഒരു പേഴ്സൺ മതി എന്നുള്ളത്. ചിലർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അത്രത്തോളം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നിങ്ങൾ ഇത്രയും വേദനിക്കുമെന്നറിഞ്ഞിട്ട് പിന്മാറിക്കളഞ്ഞെങ്കിൽ നാളെ അവർ വീണ്ടും ഇത് ആവർത്തിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കരുതി ചിലവർ ഇനി വീണ്ടും അടുക്കാനായിട്ട് പോവുമില്ല. അപ്പോൾ ഏത് രീതിയിൽ ഇനി നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. ഞാനിവിടെ ഇതിപ്പോൾ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ കമൻസിൽ കണ്ടിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സൺ ഇപ്പോൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഞാൻ ഇനി അയാളുടെ കൂടെ തുടരണമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി എന്ത് സംഭവിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിലൂടെ നോക്കാം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമായിരിക്കണം. അതൊരിക്കലും മറ്റൊരാളോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാവരുത്. അത് ശരിയാണെന്നുണ്ടെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സംതൃപ്തി ഉണ്ടാവുമല്ലോ, ഞാൻ എടുത്തൊരു ഡിസിഷനാണ് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മറ്റൊരാളോട് ചോദിച്ചിട്ട് എടുക്കുന്ന ഒരു സംഭവമായി മാറരുത്. നമ്മളുടെ ഒരു ഫുൾ വില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസാക്ഷി എന്ത് പറയുന്നു അതനുസരിച്ച് കേട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ വീണ്ടും ആ ഒരു ജഗ്ലിംഗ് സ്റ്റേജ്, അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ വീണ്ടും ആയിട്ടുണ്ട്. നിങ്ങൾ വേണമോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണോ ബെറ്റർ, അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും നല്ല ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഇപ്പോൾ വീണ്ടും നിങ്ങളോട് താല്പര്യം വന്നിട്ടുണ്ട്. ആ ഒരു എന്താ പറയുന്ന ഇവരുടെ ഒരു നേച്ചർ ഓൾറെഡി ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ എങ്ങനെയുള്ള വ്യക്തികളാണ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും അവർക്ക് നിങ്ങളോട് താല്പര്യം വന്നിട്ടുണ്ട്. ആ ഒരു നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് വീണ്ടും ഒന്ന് റിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് റൊമാൻറ്റിക് ആവാൻ, നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ്. ഇപ്പോൾ തേർഡ് പാർട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ തന്നെയാണ് ഒരു ബ്രേക്കായിട്ട് വരണ്ടെന്ന് തോന്നി നിൽക്കുന്നതെങ്കിൽ പോലും അത് മാറി ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, എന്ത് വേണമെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഒരു ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ഫൂളിൻ്റെ എനർജി പോലെ തന്നെ വീണ്ടും ആ ഒരു ഫുൾ ഫ്രീഡത്തോടു കൂടി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതിൽ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏത് കാര്യങ്ങൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാലും അവർ വീണ്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ പോലെ തന്നെ അവർ ഒരു പ്രയോറിറ്റിയും തരാതെ ഇപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് നിങ്ങൾ തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്ലൂ ആയിട്ട് വന്നിരിക്കുന്നത് നമ്പർ 22, ലെറ്റർ ബി ആണ് കേട്ടോ, ബി ഫോർ ബാറ്റ്, നവംബർ മന്ത്, പൈസീസ് സോഡിയക് സൈൻ, മലപ്പുറം, കാസർഗോഡ്, ജൂൺ മന്ത്, ലെറ്റർ എൽ, ലെറ്റർ ഡി,
Scorpio. Number 1, number 17, letter E, letter K, letter U. Aries zodiac sign. Number 25, Pathanamthitta. Number 19, number 23, number 15, Trivandrum. Letter I, January month. Letter Q, number 3, number 26, Kannur, December month. Number 16, letter F, and last number 4. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സിറ്റുവേഷൻ, അതുപോലെ തന്നെ എനർജീസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.